സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. ഈ വിവരം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് പാർട്ടിയുടെ ദേശീയ സംഘടന ജനറൽ സെക്രട്ടറി ശ്രീ MK തോമസ് സാറ് എയർ ഇന്ത്യയിലും എയർഫോഴ്സിലും വർക്ക് ചെയ്ത ഒരാളാണ്. ഇത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് കുരിശിങ്കൽ. അപ്പുറം ഇരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ ട്രഷറർ സെബാസ്റ്റ്യൻ ചെറിയാൻ കുന്നത്തുപറമ്പിൽ. സാറ് UN വർക്ക് ചെയ്ത ഒരാളാണ്. ഏറ്റവും അങ്ങേരത്തിരിക്കുന്നത് റവറൻ സാംദാസ് നെടുമങ്ങാട്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അദ്ദേഹം ഒരു പാസ്റ്ററും കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളം ഭരിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ നമ്മൾ നോക്കി ഏറ്റവും മെയിനായിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളും നമ്മുടെ ജൻസിയും നമ്മുടെ കുഞ്ഞുങ്ങളുമാണ്. ഇന്ന് നമ്മുടെ കേരളത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതം നോക്കുക, നമ്മുടെയൊക്കെ ഓരോ ജീവിതം നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ്. അതായത് ഇത്രയും പൈസ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് +2 കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി അവിടെ പോയി അപ്രത്യക്ഷരാകുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർക്കൊരു നല്ലൊരു തൊഴിലവസരം കൊടുക്കുവാനും ഗവൺമെൻറ് കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയെടുത്ത് ആരോഗ്യ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെയും ഈ ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. വ്യവസായത്തിൻ്റെ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കൂ, നല്ല ഒന്നാന്തരം വൻകിട നിക്ഷേപങ്ങളുള്ള വ്യവസായങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ അവർ തന്നെ രൂപപ്പെടുത്താണ് ഇവിടെ കെൽട്രോൺ എന്ന് പറയുന്നത്. കെൽട്രോണിൻ്റെ എത്ര ഉപവിഭാഗങ്ങൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ റെക്ടിഫയേഴ്സ്, എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ ശ്രീകാര്യം ഉൾപ്പെടെ സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ എത്രയോ ക്ലസ്റ്റർ യൂണിറ്റുകളായി രൂപപ്പെട്ട് അതൊക്കെ വ്യവസായ വളർച്ചയ്ക്ക് സഹായകമായ കാര്യങ്ങളാണ്. ഇവിടെ വ്യവസായ മേഖലയിൽ ഇവിടുത്തെ വ്യവസായ മന്ത്രി ചെയ്യുന്നത് ഒരു ഉപരിപ്ലവമായ ഒരു ഷോ കാണിക്കൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയോ സമ്പൂർണ്ണമായ ഒരു പരാജയം ആണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് മാറണം. ഇവിടെ പുതിയൊരു ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാകണം. ഞങ്ങളുടെ ദേശീയ തലത്തിൽ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. ഇത് പുതിയതായി രൂപപ്പെട്ടതാണ്. ഇതൊരു NGO ആയിരുന്നു. ഈ NGO ഇങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. നമുക്ക് ഇന്ന് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഇന്ന് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ ഇന്ന് അറിയാം FCRA വിഷയങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന. അതുകൊണ്ട് ഈ ഒരു ടോട്ടലി ഈ ഗവൺമെൻറ് മാറണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകണം. അതിന് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും. അതൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. കേരളത്തിലെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് കുരിശിങ്കലിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി തിരുവനന്തപുരത്ത് നടത്തുന്ന 2ാമത് പത്രസമ്മേളനമാണ്. ഈ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനരായ തിരുവനന്തപുരത്തെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഈ സമകാലിക കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായും സമകാലിക ഭാരതത്തിലെയും കേരളത്തിലെയും താലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈനംദിനം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ വാർത്ത നൽകി വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ഉണ്ടായ മിക്ക വിഷയങ്ങളിലും സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയം ഇവിടെ രൂപപ്പെടുത്തുകയുണ്ടായി. അല്ലെങ്കിൽ പാർട്ടിയുടെ നയം ബഹുമാനരായ ജനതയോട് പത്രങ്ങളും മാധ്യമങ്ങളും വഴി പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഭാരതത്തിൻ്റെ മതേതരത്വം, ഭാരതത്തിൻ്റെ ന്യൂനപക്ഷ സംരക്ഷണം, ഭാരതത്തിലെ സാമൂഹ്യ നീതി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം രംഗങ്ങളിലൊക്കെ സമത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ
സമകാലിക കേരളത്തിലും ഭാരതത്തിലും ഒട്ടേറെ ദൈനംദിന വിഷയങ്ങളിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ ഒപ്പം തന്നെ വിലക്കയറ്റം, സ്വർണ്ണക്കൊള്ള, അക്രമങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ മറ്റൊരു വശത്ത്, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മളൊക്കെ ആശങ്കയിലാക്കിയ പല വിഷയങ്ങളുണ്ടായി. മാധ്യമം കണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി. FCRA വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ FCRA വിഷയത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് ഷഹബാസ് സജീവ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ദുഃഖവെള്ളിയാഴ്ച, പെസഹ വ്യാഴം, ഈ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ പരിശീലനം നടത്തുകയാണ്. അത് മാറ്റിവെക്കേണ്ട ഒന്നാണ്. ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പൊതുപരീക്ഷ നടക്കുകയാണ്, അതും മാറ്റിവെക്കേണ്ട ഒന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഷഹബാസ് സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാനാണ് ഷഹബാസ് സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ UDFൻ്റെ നേതാക്കന്മാർക്ക് കത്ത് നൽകുകയുണ്ടായി. നമ്മൾ പത്രത്തിലൂടെ അറിയിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണം നമുക്കറിയാം, എല്ലാ മേഖലകളിലും മുരടിപ്പുണ്ടായ ഒരു ഭരണമാണ്. ആ ഭരണത്തിന് മാറ്റമുണ്ടാവണം, കേരളത്തിൽ പുതിയൊരു ഭരണമുണ്ടാവണം. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് ഞങ്ങളുടെ ഈ പാർട്ടി ഐക്യജനാധിപത്യത്തോടൊപ്പം നിൽക്കുകയാണ്.